എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് വീണ്ടും എടുക്കേണ്ടി വന്നാൽ എങ്ങനെ എടുക്കാമെന്നാണ്. ലേണേഴ്സ് ടെസ്റ്റിനുള്ള സ്ലോട്ട് അക്നോളജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കിൽ ടെസ്റ്റിൻ്റെയും ഒക്കെ പ്രിൻ്റ് വീണ്ടും നമുക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ്. RTOയിൽ നേരിട്ട് പോയി ഡേറ്റ് ചേഞ്ച് ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ നമുക്കിതുപോലെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. RCയും ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചാനലിൽ ലഭ്യമാണ്. ലിങ്കുകൾ കൊടുത്തിരിക്കാം. ഇതിനായി നമ്മൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് parivahan.gov.in എന്ന വെബ്സൈറ്റാണ്. സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിൽ കാണുന്ന ഓൺലൈൻ സർവീസിൽ പ്രസ് ചെയ്ത് അതിനുശേഷം തൊട്ടു താഴെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസിൽ പ്രസ് ചെയ്ത് സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോ നമുക്ക് ആവശ്യമില്ല, ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വരുന്ന ഡാഷ്ബോർഡിൽ മുകളിലത്തെ ബാറിൽ വലത്തെ അറ്റം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ നമ്പരും അപേക്ഷകൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും തൊട്ടു താഴെ കാണുന്ന ക്യാപ്ച കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ വലത് സൈഡിലായി കുറേ ലിങ്കുകൾ നമുക്ക് കാണാം. അതിൻ്റെ അവസാനം കാണുന്ന ലിങ്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എനിക്കിവിടെ സ്കിൽ ടെസ്റ്റിനുള്ള അക്നോളജ്മെൻറ്റാണ് ആവശ്യമായിട്ടുള്ളത്. അവസാനം കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന പേജിൽ താഴെ വന്നാൽ അവിടെ പ്രിൻ്റ് ഓപ്ഷനുണ്ട്. അവിടെ പ്രസ് ചെയ്ത് നമുക്ക് സ്കിൽ ടെസ്റ്റിനുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിൽ കാണുന്ന 3 വരയിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസിൻ്റെ ലിങ്ക് വരും. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോ ക്ലോസ് ചെയ്യണം. അതിനുശേഷം ഇവിടെ നമുക്ക് ലൈസൻസ് മെനു എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്താൽ താഴെയായിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നും കാണാം. അവിടെ പ്രസ് ചെയ്ത് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെയൊക്കെ പ്രിൻ്റ് എടുക്കുവാനും സാധിക്കുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.